ഫ്രണ്ട്സ്, നിങ്ങളുടെ ഈ ഒരു വർഷം ഈ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് വർഷമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യുവാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധയോടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റാണ് അനലൈസ് യുവർ ലൈഫ്. ഒരു വ്യക്തി വഴിയറിയാതെ യാത്ര ചെയ്തിട്ട് എവിടെയോ പെട്ടുപോയി. അദ്ദേഹം ഒരു എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു സിറ്റിയിൽ എത്തിച്ചേരണം, വഴി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ എന്ന്. ഇങ്ങനെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ എടുത്ത വ്യക്തി ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം, പക്ഷെ ആദ്യം നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണെന്നൊന്ന് പറയൂ എന്നല്ലേ പറയുക. എന്നാൽ ആ വ്യക്തി എന്താണ് അപ്പൊ പറയുക? എനിക്ക് അറിയില്ല ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന്, എവിടെയോ ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് പറയും അല്ലേ. ഇങ്ങനെ ഒരു ഉത്തരം കേട്ട് കഴിഞ്ഞാൽ ആ മറുപടി കൊടുക്കേണ്ട വ്യക്തിക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഹൗ ക്യാൻ യു ഗോ ഫോർവേഡ് ഇഫ് യു ഡോണ്ട് നോ വേർ യു ആർ കമ്മിങ് ഫ്രം. അതായത് എവിടേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയണം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയി മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കറന്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ്. കല്ലിൽ ശില്പം കൊത്തുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് നല്ലൊരു മൂർത്തി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം ആദ്യം എന്തായിരിക്കും ചെയ്യുക? അദ്ദേഹത്തിന് മുന്നിൽ ഒരു കല്ല് കൊണ്ടു വെക്കും. ആ കല്ലിനെ സൂക്ഷിച്ചു നോക്കും. അദ്ദേഹം ആദ്യം എവിടെ നിന്നാണ് ഉളി കൊണ്ട് ചിപ്പ് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് ചിന്തിക്കും. പോസിബിലിറ്റി മനസ്സിലാക്കിയതിന് ശേഷമേ അദ്ദേഹം ഉളിയും ചുറ്റിക എടുത്തിട്ട് അതിൽ പ്രഹരം ഏൽപ്പിക്കാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ പരിശ്രമിച്ച് ആ കല്ലിൽ നിന്ന് നല്ലൊരു മൂർത്തിയെ ഉണ്ടാക്കിയെടുക്കും. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇമോഷണലി ആ കല്ലിനോട് അറ്റാച്ച് ആവുന്നൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ആ കല്ലിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കല്ലിനെ പ്രഹരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഇതുപോലെ കൊത്തിമിനിക്കി എടുക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരിടത്ത് തിരിഞ്ഞ് ചിന്തിക്കൂ, നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന്. നിങ്ങൾ ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും 4 കാര്യങ്ങളിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ചിന്തിക്കണം. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ആൻഡ് ഹാപ്പിനെസ്. ഇതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാർക്ക് ഇടാൻ തുടങ്ങും. എന്റെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആണോ? 10ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 10ൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഇരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഞാൻ ഈ 10ൽ 4 മാർക്ക് കിട്ടിയ ആളായതെന്ന് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുക, എന്റെ ഈറ്റിംഗ് ഹാബിറ്റ് ശരിയല്ല എന്നുള്ളതായിരിക്കും. നിങ്ങൾ വീട്ടിലെ നല്ല ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്യുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഉത്തരമായിരിക്കും കിട്ടുക. ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കൂ, അതുപോലെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ച് ചോദിക്കൂ. ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും നിങ്ങൾ 10ൽ എത്ര മാർക്ക് കിട്ടുമെന്ന് ചിന്തിക്കുകയും എന്തുകൊണ്ടാണ് മാർക്ക് അത്രയായതെന്ന് മനസ്സിലാക്കുകയും ചെയ്യൂ. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ ഇപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നും ഇനി എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾ തന്നെ കൊണ്ടുവരേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഇപ്പോഴുള്ള കണ്ടീഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി എന്ത് ഡയറക്ഷനിലൂടെയാണ് പോകേണ്ടതെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഇതാണ് ഗോൾ സെറ്റിംഗിന്റെ 1ാമത്തെ സ്റ്റെപ്പ്. ഗോൾ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എവിടേക്കാണ് എത്തേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കണം. അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു വിഷൻ ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ അങ്ങനെ അല്ല, പക്ഷെ എങ്ങനെയാണ് ആകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിഷൻ ഉണ്ടാക്കണം. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ഇത് വ്യക്തമായിട്ട് മനസ്സിൽ കാണൂ. നിങ്ങളുടെ ഐഡിയൽ സെൽഫ് ഇത് എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ആവാൻ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തി എങ്ങനെയുള്ള വർക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ആ വ്യക്തി എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും കഴിക്കുന്നുണ്ടാവുക? ആ വ്യക്തി ജീവിക്കുന്ന വീട് എങ്ങനെയുള്ളതായിരിക്കും? ആ വ്യക്തി എങ്ങനെയായിരിക്കും സംസാരിക്കുക? ആ വ്യക്തി തന്റെ സമയം ചെലവാക്കുന്നത് എവിടെയായിരിക്കും? അതായത് നിങ്ങളുടെ ഐഡിയൽ സെൽഫ് ഉണ്ടല്ലോ, നിങ്ങളായി മാറാനുള്ള വ്യക്തി, ആ വ്യക്തി എങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കണം. ആ ഐഡിയയാണ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. നിങ്ങളൊരു വിഷൻ ബോർഡ് തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ ആ ഡ്രീം ലൈഫ് ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോ, അതിന്റെ ചിത്രങ്ങൾ, ഇതെല്ലാം കളക്ട് ചെയ്യൂ. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബോഡി ബിൽഡർ ആവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഡ്രീം ബോഡി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം മനസ്സിൽ സങ്കല്പിക്കൂ, അല്ലെങ്കിൽ ഒരു ചിത്രം കണ്ടെത്തൂ. നിങ്ങളുടെ ഡ്രീം ഹൗസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ചിത്രം കണ്ടെത്തൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വരച്ചുണ്ടാക്കൂ. ഇതെല്ലാം നിങ്ങൾ എഴുതുകയും വരയ്ക്കുകയും ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടും. അതായത് നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ന്യൂ റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മുടെ വിഷൻ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ കഴിയുകയില്ല. ഫ്രണ്ട്സ്, ഇടയിൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ടുണ്ടോ? ഈ മാനസിക പിരിമുറുക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത്? മാനസിക പിരിമുറുക്കം അഥവാ നമ്മൾ സ്ഥിരമായി അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും? അവസാനമായ ഒരു ചോദ്യം, ഇത് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ? ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ആൻഡ് പ്രഷർ ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഇംഗ്ലീഷ് പുസ്തകത്തിലെ ആശയം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എന്താണ് വഴി? അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണ് 140 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ഇതിന്റെ ഓഡിയോ ബുക്ക് സമ്മറി മലയാളത്തിൽ കുക്കു FM-ൽ നിന്ന് കേൾക്കുക എന്നത്. ഈ ഒരു ബുക്ക് സമ്മറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ അപാരമാണ്. അതുകൊണ്ടാണ് ഈ ബുക്കിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ ബുക്കും ഇതുപോലെയുള്ള ഒരുപാട് ബുക്കുകളുടെയും ഓഡിയോ ബുക്ക് സമ്മറിയും ഒറിജിനൽസും നിങ്ങൾക്ക് കുക്കു FM-ൽ ലഭ്യമാണ്. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും ലഭ്യമാണ്. കാരണം ഇന്ത്യയിലെ
ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം. കുക്കു എഫ് എം ഇപ്പോൾ നമുക്കൊരു ഓഫർ നൽകുന്നുണ്ട്. ഈ ജനുവരി മാസത്തിൽ നിങ്ങൾ ഈ TGM50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ 1 മന്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ട് ഓഫർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതായത് 49 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് കുക്കു എഫ് എമ്മിന്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടന്റുകളും അൺലിമിറ്റഡ് ആയി ആക്സസ് ചെയ്യുവാനുള്ള അവസരമാണിത്. സോ ഈ ഓഫർ യൂസ് ചെയ്തുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുത്തു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഓഫർ ഉപയോഗിച്ചുകൊണ്ട് കുക്കു എഫ് എമ്മിന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. തിരിച്ചു വീഡിയോയിലേക്ക് വരൂ. മൂന്നാമത്തെ കാര്യമാണ് മേക്ക് എ ഡെയിലി റുട്ടീൻ. പല സമയത്തും നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റാണ്, നമ്മളൊരു സൈക്ലിക് പ്രോസസ്സിൽ പെട്ട പോലെ പോയിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ചില ചളികളിലൊക്കെ കുടുങ്ങുന്ന വണ്ടികൾ കണ്ടിട്ടില്ല, അവിടെ കിടന്നിട്ട് തന്നെ അതിന്റെ ടയർ കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ മുന്നോട്ട് പോവുകയില്ല. ഇതുപോലൊരവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാവും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും, പക്ഷെ പുരോഗമനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ അവസ്ഥകളിൽ നമ്മൾ പെട്ടുപോകാറുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ സൈക്കിളിനെ ഭേദിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഈ സൈക്കിൾ ഭേദിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ വേണം. ഈ റുട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മെന്റൽ റുട്ടീൻ കൂടെ വേണം. അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളെ മെന്റലി ബൂസ്റ്റ് ചെയ്യുവാനുള്ള ചില സെൽഫ് ടോക്കുകളൊക്കെ അതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യണം. കണ്ണാടി നോക്കി സംസാരിക്കുന്നത്, ഇതുപോലെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. രാവിലെ എണീച്ച് നടക്കുന്നത്, ഓടുന്നത്, ജിമ്മിൽ പോകുന്നത്, റീഡിംഗ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഹാബിറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും വേണം. എന്തെങ്കിലും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റുട്ടീൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അടുത്ത 4ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു കാൺട്ട് ചേഞ്ച് ഹു യു വർ. The secret of change is to focus all your energy not on fighting on the old but on building the new. അതായത് നിങ്ങളുടെ പഴയ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് പുതിയ നിങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പുതിയതായി ചേഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഞാനിതിൽ ഫെയിലാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങൾ പലതവണ ഫെയിലായതിൻ്റെ ചരിത്രം നിങ്ങൾക്കുണ്ടായിരിക്കും. നിങ്ങൾ എങ്ങനെ ആയിരുന്നോ ഇത്രയും കാലം, അത് 100% ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഏതൊരു ശീലം മാറ്റിയെടുക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും മാഞ്ഞു പോകുന്നൊന്നും ഇല്ല എന്നുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, പിന്നെ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ടേ ഇല്ല എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സൈക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി സഞ്ചരിക്കാൻ കഴിയും. കാരണം നിങ്ങളത് മറന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ തലച്ചോറിനകത്തേക്ക് ഒരു തവണ കയറി കൂടിയ ഒരു ടെക്നിക് പിന്നെ നമ്മൾ ഒരിക്കലും മറക്കുന്നൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ആകാതിരിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. കാരണം അത് പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു പോവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും ഉണ്ടാകും നിങ്ങളുടെ ഗോളിൽ നിന്നും നിങ്ങളെ മാറ്റി ചെറിയ ഇൻസ്റ്റന്റ് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ തിരിച്ചുവിടുന്ന പല ട്രിഗേഴ്സും ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിലും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ട്രോങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ പഴയ ഹാബിറ്റുകൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. ഒരിക്കലും അത് സാധ്യവുമല്ല. നിങ്ങൾ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി. പുതിയ ഹാബിറ്റുകൾ ഉണ്ടാക്കുമ്പോൾ പഴയ ഹാബിറ്റുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് പിന്തള്ളപ്പെടും. എങ്ങനെയാണ് സാധ്യമാവുക? ന്യൂ ഹാബിറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക? അതിനുവേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നൊരു പോയിന്റാണ് സ്മാർട്ടർ ഗോൾസ്. അതായത് നിങ്ങൾ ട്രഡീഷണൽ ഗോൾസിന്റെ പിന്നാലെ പോകാതെ സ്മാർട്ടർ ഗോൾസ് സെറ്റ് ചെയ്യണം. ഈ ട്രഡീഷണൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, പഠിച്ചു കഴിഞ്ഞ ഏതൊരു വ്യക്തിയും PSC എഴുതുക, ഗവൺമെന്റ് ജോബിൽ കയറുക, ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഗോൾ പലർക്കും ഉണ്ട്. എന്നാൽ ഇങ്ങനെ പല കാലങ്ങളായിട്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോളുകൾ തന്നെ നിങ്ങളും ഫോളോ ചെയ്യാതെ നിങ്ങളുടെ സ്കില്ലുകൾ മനസ്സിലാക്കി, നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കി അത്തരത്തിലുള്ള ജോബുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് മോഡേൺ സ്കില്ലുകളെ കുറിച്ചും മോഡേൺ കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യുവാനും മോഡേൺ ആയിട്ട് ജീവിക്കുവാനും മോഡേൺ മെത്തേഡുകളിലൂടെ മണി ഏൺ ചെയ്യുവാനും പഠിക്കണം. അത്തരത്തിലുള്ള കരിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്മാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്മാർട്ടറിന്റെ S എന്നുള്ളത് സ്പെസിഫിക് എന്നതിനെ സ്റ്റാൻഡ് ചെയ്യുന്നു. ചില പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നു, എന്നാൽ അതിൽ വലിയൊരു ശതമാനം ആളുകൾ അതിൽ ഫെയിൽ ആവുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാം ഫെയിൽ ആവുന്നതെന്ന് വെച്ചാൽ, ആ റെസൊല്യൂഷൻ അത്രയും ഫോക്കസ്ഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്, സ്പെസിഫിക് ആയിരുന്നില്ല. ഒരു വ്യക്തി വിചാരിക്കുകയാണ്, ഈ വർഷം ഞാൻ വെയിറ്റ് ലോസ് ഉണ്ടാക്കും, എന്റെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വർഷം ഒരുപാട് പൈസ സമ്പാദിക്കും. ഇത്തരം വാക്കുകളുണ്ടല്ലോ, ഇത് യാതൊരു വാല്യൂ ഇല്ലാത്ത വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് സ്പെസിഫിക് അല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഡെപ്ത് ഇല്ലാത്ത വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ അച്ചീവ്മെന്റ് നേടാൻ പറ്റില്ല. അതിലൂടെ നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ മനസ്സിന് തന്നെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ വർഷത്തിലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. നിങ്ങളുടെ ഗോളുകളെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ ശ്രമിക്കണം. സ്മാർട്ടർ എന്നുള്ളതിന്റെ M എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെഷറബിൾ എന്നാണ്. നമ്മുടെ ബ്രെയിൻ എന്തിനാണ് വിശ്വസിക്കുക എന്ന് വെച്ചാൽ, മെഷർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രമേ വിശ്വസിക്കൂ. കൂടുതൽ ആളുകൾ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഗവൺമെന്റിലോ മറ്റോ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഒരു എന്റർപ്രീനർ ആയി മാറാൻ കൂടുതൽ പേര് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? എന്തുകൊണ്ടെന്നാൽ ഈ ജോലികളിലെല്ലാം
കൃത്യമായിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യണം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ജോബ് എങ്ങനെയാ പോകുക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് കാഴ്ചപ്പാടുകൾ ആരും ഉണ്ടാക്കി വെച്ച് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അതായത് ജോബുകളിലെല്ലാം മെഷർമെന്റുകൾ മൈൻഡിന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം സ്ഥാപനം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ മെഷർമെന്റുകൾ കൃത്യമല്ല. അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിന് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഭയമായിരിക്കും. സ്മാർട്ടറിന്റെ എ സ്റ്റാൻഡ് ചെയ്യുന്നത് ആക്ഷനബിൾ എന്നുള്ളതിനെയാണ്. പല ആളുകളും ഗോൾ സെറ്റ് ചെയ്യുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ്, അത് ആക്ഷനബിൾ ആയിരിക്കില്ല, അതിൽ പ്രവർത്തിക്കാനൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്റെ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആക്കാൻ പോവുകയാണ് എന്നൊരു ചിന്ത വന്നിരിക്കട്ടെ. ഈ സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്, പക്ഷെ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത്, അതിന്റെ പിന്നാലെ ഞാൻ ചെയ്യാൻ പോകുന്ന ആക്ഷൻ എന്താണ്, അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിരിക്കണം. ഈ കാര്യം ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ പ്ലാൻ ഒരിക്കലും നടക്കില്ല. സ്മാർട്ടറിന്റെ ആർ സ്റ്റാൻഡ് ചെയ്യുന്നത് റിസ്കി എന്ന വേർഡിനെയാണ്. ചില ആളുകൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഗോളുകളായിരിക്കും. എന്നാൽ ചില ആളുകളുടെ ഗോളുകൾ നേടിയെടുക്കുവാൻ വളരെയധികം റിസ്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരും. റിസ്ക് ഉള്ള ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മുടെ മനസ്സിനെ ആദ്യമേ നമ്മൾ സജ്ജമാക്കണം. ഒരു കാര്യം കൂടുതൽ റിസ്കി ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിയായ രീതിയിൽ പരിശ്രമിക്കാത്തതുകൊണ്ടാണ്. കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഗോളുകൾ ആരാണോ സെറ്റ് ചെയ്യുന്നത് അവരാണ് കൂടുതൽ വളരുക എന്നാണ് പറയുന്നത്. സ്മാർട്ടറിന്റെ ടി സ്റ്റാൻഡ് ചെയ്യുന്നത് ടൈം കീഡ് എന്നാണ്. പല ആളുകളും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഇത്ര കാലത്തിനുള്ളിൽ ഞാൻ ഇത് നേടിയെടുക്കും എന്ന് ടൈം സെറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ഉദാഹരണത്തിന് 6 മാസമാണെന്ന് ഇരിക്കട്ടെ, ഈ 6 മാസത്തിലെ ഓരോ ദിവസവും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ കീയിങ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കാരണത്താൽ വ്യക്തമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാത്തത് കാരണത്താൽ ആ ഗോൾ നേടിയെടുക്കുന്നതിന്റെ അവസാന മാസമൊക്കെ എത്തുന്ന സമയത്താണ് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത് തോന്നാൻ തുടങ്ങുക. ഗോൾ സെറ്റ് ചെയ്ത് നേടിയെടുക്കുന്ന ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ആ ഡേറ്റ് വരയ്ക്കുള്ള പീരീഡിനെ പല കഷ്ണങ്ങളായി ഭാഗിച്ച് ഓരോ കഷ്ണത്തിലും ഞാൻ ചെയ്തു തീർക്കേണ്ട എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം. സ്മാർട്ടറിന്റെ ഈ സ്റ്റാൻഡ് ചെയ്യുന്നത് എക്സൈറ്റിംഗ് എന്ന വേർഡിനെയാണ്. അതായത് നിങ്ങളുടെ ഗോൾ നിങ്ങളെ എപ്പോഴും എക്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഗോളിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണം, അത് വിഷൻ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. ഈ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്ന ദിവസത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് പിന്നീട് പതുക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുകയും വിഷൻ ചെയ്യുകയും എക്സൈറ്റ്മെന്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അവസാനം സ്മാർട്ടറിന്റെ ആർ എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെലവന്റ് എന്നുള്ളതാണ്. അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മോചിപ്പിക്കണം. നിങ്ങൾ തന്നെ ചെയ്യേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെ നിങ്ങൾ തന്നെ ചെയ്യണം. ഇത്തരത്തിൽ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു കാര്യത്തിന് എത്ര പ്രാധാന്യമുണ്ട്, അത് ഞാൻ തന്നെ ചെയ്യേണ്ടതാണോ, ഞാൻ അതൊരു ദിവസം എത്ര സമയം ചെയ്യേണ്ടി വരും, ഇങ്ങനെ നിങ്ങളുടെ ടൈമിനെ എനർജി എല്ലാം റെലവന്റായി യൂസ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വർഷം വളരെ കൃത്യമായി നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഗോളിലേക്ക് കൊണ്ടുപോയി ചെന്നെത്തിക്കുവാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയും. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.